മച്ചിങ്ങ കാണുന്നത്. ഇതൊക്കെ സ്മോൾ തേങ്ങ മച്ചിങ്ങ കണ്ടോ കണ്ടോ. ഇതാണ് നമ്മൾ കോക്കനട്ട് വാട്ടർ ആയിട്ട് പൊട്ടിച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി തൂത്തുണ്ട് കറിയൊക്കെ വെച്ച് തരുന്ന സാധനം. എന്താ നമസ്കാരം ഗൈസ്, സഞ്ജയ് ഹിയർ. വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണ് ഒവാഹു എന്ന് പറഞ്ഞ ഐലൻഡിലെ. ഞങ്ങൾ എന്താ പറയുക കുറേ പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമാവുക കഴിഞ്ഞു പോയി എന്നുള്ളത്. പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ ഉണ്ട് ഈ ദിവസങ്ങൾ. സോ ഇപ്പം ഞങ്ങൾ വന്നേക്കുന്ന വൈക്കിക്കി ബീച്ചിലാണ്. ആക്ച്വലി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഏറ്റവും അടുത്തുള്ള ബീച്ചാണ്. ഇവിടെയാണ് ഏറ്റവും ക്രൗഡും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചും ഒവാഹുവിലത്തെ വൈക്കിക്കി ബീച്ചാണ്. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ക്രൗഡിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടി അധികം ആൾക്കാർ പോവാത്ത സ്ഥലങ്ങൾ തേടിയാണ് ഈ യാത്ര കൂടുതലും പോയത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ വൈക്കിക്കി അത് എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വലിയ ഷോപ്പിംഗ് സെൻറ്റർ, ഭയങ്കര എന്താ പറയുക, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യണ സ്ഥലങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പൊതുവെ ഷോപ്പിംഗ് മോളുകളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ അതൊന്നും പോയി കാണാൻ നിന്നില്ല. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇവിടെ ടാക്സസ് കുറവാണ് ലക്ഷറി പ്രോഡക്ട്സിൽ. സോ അതുകൊണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചിലവ് കുറഞ്ഞ് വാങ്ങാൻ പറ്റും. അപ്പോൾ വലിയ ബാഗൊക്കെ $3000 എന്തെങ്കിലും ബാഗൊക്കെ മേടിക്കാൻ വരികയാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് $200-300 കുറവും ഉണ്ടാവും, കുറേ ഡീൽസും ഉണ്ടാവും. സോ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. തുത്തൂരും വൈൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സിറ്റി ഞങ്ങൾ എന്തായാലും ന്യൂയോർക്കിൽ എപ്പോഴും കാണുന്നതാണ്. മാരകമായിട്ടുള്ള സിറ്റിയാണ്. സോ എന്തായാലും നിങ്ങൾക്കൊരു ചെറിയൊരു ഗ്ലിംസ് തരാനായിട്ട് ഇന്ന് ഞങ്ങൾ വേറൊരു ഐലൻഡിലോട്ട് പോവാണ്. സോ ഈ ബാക്കിൽ കാണുന്ന ഈ കോൺക്രീറ്റ് ജംഗിളാണ് വൈക്കിക്കി. സോ ഏകദേശം എന്താ പറയുന്നത് 2 കിലോമീറ്റർ വീതിയിലും 3 കിലോമീറ്റർ നീളത്തിലും ഉള്ളൂ ഈ സ്ഥലം. പക്ഷേ ഇവിടെയാണ് ഈ വരുന്ന ടൂറിസ്റ്റ് എല്ലാവരും തന്നെ താമസിക്കുന്നത്. ഞങ്ങൾ താമസിച്ചത് തന്നെ ഇവിടെ തന്നെയുള്ളൊരു മെയിൻ ഹോട്ടലിൽ തന്നെയാണ്. ഇവിടെ കുറേ എല്ലാ ബ്രാൻഡ്സുള്ള ഹോട്ടലുണ്ട്. ഷെറാട്ടൺ, ഹിൽട്ടൺ, എല്ലാത്തിൻ്റെ ഉണ്ട്, ഹോളിഡേൻ്റെ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ റോയൽ ഫാമിലി താമസിച്ചിരുന്ന പിങ്ക് പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലോടെ ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ മുന്നിലൊന്ന് പോയി നിന്ന് കണ്ടു. ഒന്നുകൂടെ പോവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. ഇവിടെ അതേപോലെ തന്നെ ഫുഡ് ട്രക്സും ഉണ്ട്. സോ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഫാമേഴ്സ് മാർക്കറ്റ് കണ്ടുപിടിച്ച് അവിടുത്തെ ഫുഡ് ട്രക്സിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ നോൺ വെജ് കഴിക്കുന്നവർ വരികയാണെങ്കിൽ സൂഷി കിട്ടുന്ന സ്ഥലമാണ്. സോ അതിൻ്റെ ഒരു വലിയ ക്യൂ കണ്ട ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഹൊണാന്ന് കണ്ടായിരുന്നു ഹോട്ടലിൻ്റെ പേര്. സോ ഇപ്പം ഞങ്ങൾ ബാക്കിൽ കാണുന്നത് കണ്ടോ, ഈ എൻ്റെ ഇത് ബാക്കിൽ കാണുന്നതാണ് ഡയമണ്ട് ഹെഡ്. നമ്മളന്ന് ഹൈക്ക് ചെയ്തത് ഡയമണ്ട് ഹെഡ് ആണ്. എൻ്റെ ഏറ്റവും ടോപ്പിലാണ് കയറിയത്. സഞ്ജയന്റെ കഴുത്ത് വരെ എത്തി. സോ ഇനി ഞങ്ങൾ ഇതിന്റെ നേരെ അപ്പുറത്താണ് പേൾ ഹാർബർ. സോ അത്രയും ചെറിയ സ്ഥലമാണ്, പക്ഷെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ തന്നെ കാണാൻ. ഇവിടെ ബീച്ചിൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. കനോയിങ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ നേരെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എന്തൊരു തിരക്കാന്നുള്ളത്. പക്ഷേ ആൾക്കാർക്കൊന്നും അപ്പുറത്തുള്ള ഏറ്റവും ഭംഗിയുള്ള ബീച്ചിനെ കുറിച്ച് അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങൾ സീക്രറ്റ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. നമ്മുടെ ഇവിടുത്തെ ട്രിപ്പിൽ ഏറ്റവും ഭംഗിയുള്ള കുറച്ച് ബീച്ചസ് നമ്മൾ പോയിരുന്നു. പക്ഷേ അവിടെയൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പാതി പോലും തിരക്കില്ല. എന്ന് വെച്ചാൽ ആൾക്കാരെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്താണെന്നാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്ന, ഇപ്പോൾ റിയയുടെ കൊളീഗ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ ആകെ വന്നത് ചില്ല് ചെയ്യാൻ വേണ്ടിയാണ്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും എനിക്ക് തോന്നുന്നു അവിടെ എക്സ്പ്ലോറർ മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ അല്ലേ, പുള്ളിക്കാരൻ വന്ന അവിടെ പലർക്കും പല രീതിയിലാണ് ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് ചെയ്യുക. ചിലവർക്ക് ഹോട്ടലാണ്, ചിലവർക്ക് ഫുഡാണ്, ചിലവർക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഞങ്ങൾ റിലാക്സിങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേഷനിലോട്ട് പോകും. അങ്ങനെയാണ്. അച്ഛോ തുത്തൂരും അടുത്ത് തുടങ്ങി. നമുക്കെന്നാൽ അടുത്ത കാഴ്ചകളിലോട്ട് പോകാം. ഹലോ, വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. ഞങ്ങൾ സഞ്ജയ് ആൻഡ് റിയ. കഴിഞ്ഞ 6 വർഷമായി അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. ഈ ചാനലിൽ നിങ്ങൾക്കായി ഞങ്ങളുടെ അഡ്വഞ്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നു. ഈ 1 വയസ്സുള്ള കുട്ടി യാത്രികനാണ് ക്രിഷ്, ഞങ്ങളുടെ കുഞ്ഞു വാവ. ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയ നാൾ മുതലുള്ള വലിയൊരു സ്വപ്നമാണ് ഹവായി, ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് സ്പോട്ട്. 1.5 ആഴ്ച നീണ്ടുനിന്ന ഹവായി ട്രിപ്പ് ഞങ്ങൾ നടത്തിയ ഏറ്റവും മനോഹരമായ യാത്രകളിൽ ഒന്നാണ്. ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലേക്കാണ്. വെൽക്കം ടു ഹവായി വ്ളോഗ്സ്.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് എയർപോർട്ടിലോട്ട് പോകാൻ നമ്മളിവിടുന്ന് എന്താണ് ഹോണലൂലിൻ്റെ എയർപോർട്ടിൽ കയറിയിട്ട് നമ്മൾ കാവി എന്ന് പറഞ്ഞാൽ അടുത്ത ഐലൻഡിലോട്ടാണ് നമ്മൾ പോകണേ. അപ്പോൾ അരമണിക്കൂർ 40 മിനിറ്റുള്ളൂ ആപ്പാടെ ഫ്ലൈറ്റ് റൈഡ്. പക്ഷേ പണ്ടൊക്കെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് എയർപോർട്ട് ലോബി വന്ന് അവരുടെ സംഭവം നമുക്ക് അടിച്ചു മാറ്റി. ഇപ്പോൾ പ്ലെയിനാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ക്രൂസുകളൊക്കെ ഉണ്ട്, ലക്ഷറി ക്രൂസ് ഉണ്ടെന്ന് പറയുക. $1,500 ഈ 40 മിനിറ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ പിടിക്കുമായിരിക്കും കപ്പലിൽ പോകണമെങ്കിൽ. ഭയങ്കര അൾട്രാ ലക്ഷറി ആണോ? 3 ദിവസം ചെയ്ത് ഓരോ ഐലൻഡിൽ അയ്യോ 3-4 ദിവസം ഇവിടെ നിന്ന് ഹോണലൂരിൽ നിന്ന് കാവി വരെ പോകാൻ പ്ലെയിനിൽ 40 മിനിറ്റ് മതി. 3 ദിവസം അടിച്ചു പൊളിച്ച് ലക്ഷറി സെറ്റപ്പിൽ കാവി വരെ എത്തുന്ന റൈഡുകളുണ്ട്. $1,500-1,800 ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും നമ്മൾ ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ അത് എടുക്കുന്നതാണ്. ലോട്ടറി എടുത്താൽ നമ്മൾ ഒരിക്കലും പോകുന്നില്ല. എനിവേ, അപ്പോൾ നമ്മൾ പോണ വഴിക്കായിട്ടൊരു തീസ്ഡ ടാക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ട്രക്ക് കണ്ടുപിടിച്ചതാണ്. ഭയങ്കര റിവ്യൂസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ജാക്ക് ഫ്രൂട്ട് ടാക്കോ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീസ് കസഡിയയും വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഗുവാക്കമോളിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റും, എനിക്ക് ഗുവാക്കമോളി ഇഷ്ടമല്ല. അപ്പോൾ 2 ജാക്ക് ഫ്രൂട്ട് ടാക്കോ ഞാനുണ്ടോ കഴിച്ചു നോക്കാം. ഭയങ്കര റിവ്യൂ സെറ്റപ്പൊക്കെയാണ്, ഭയങ്കര തിരക്കാണ്. ഞാൻ അവിടെ പോയി ഓർഡർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 15 മിനിറ്റായി. കാരണം ഫുഡ് ട്രക്കൊക്കെ 2 മിനിറ്റിൽ കിട്ടും. അവിടെ നിറച്ച ആൾക്കാരാണ്. അതിൻ്റെ കൂടെ 2 ഹോട്ട് സോസ് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് 2 ടാക്കോ ആണ്. ഹാലപ്പീനൊക്കെ ഉണ്ട്, പല സ്പൈസി ആയിരിക്കും. നാരങ്ങയുടെ കുഞ്ഞു പീസുണ്ട്. പിന്നെ കഴിക്കാം. മടക്കുന്നു അടിക്കുന്നു. നാരങ്ങ അല്ലെങ്കിൽ പുളിയുണ്ട്. ഹോട്ട് സോസ് മുക്കി നല്ല ഫുഡാണ്. എനിക്ക് ആനത്തെ കണ്ണീരൊക്കെ വന്നു. ഞാൻ ഹോട്ട് സോസ് ഡിപ്പ് ചെയ്ത. സാധാരണ ഇവിടെ അമേരിക്കയിലൊക്കെ വന്നിട്ട് ഹോട്ട് സോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈര് കഴിക്കുന്ന പോലത്തെ സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഇവിടെ പ്രോപ്പർ ഹോട്ട് സോസ് തന്നെയായിരുന്നു. കഴിച്ച വഴി കണ്ണിൽ നിന്നൊക്കെ കുടുകുടാന്ന് വെള്ളം വന്നിട്ടിരിക്കുകയാണ്. ചക്കയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയേണ്ടത് അല്ലാണ്ട് ചക്ക ടേസ്റ്റ് മനോല്ല. തൊട്ടുന്നുള്ളൂ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കിക്കി ബീച്ചിൻ്റെ സൈഡിലാണ്. അപ്പോൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്യൂക്കിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കണ ഒരു സംഭവമാണത്. ഇവിടെ നല്ലൊരു പൈനാപ്പിൾ ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തപ്പി വന്നാണ്. ഞാൻ വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തേക്കണേ. അപ്പുറത്ത് പോയിട്ട് കൊച്ചും റിയയും വണ്ടിക്കകത്തിരിക്കുകയാണ്. അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട്
നമുക്ക് എന്താണ് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് കിട്ടുന്ന കട ആദ്യം കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ പോയിട്ട് അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാം. ഞാൻ 2 പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു. പൈനാപ്പിൾ ജ്യൂസ് അല്ല, അത് പീന കൊളാഡ പോലെയാണ്. പൈനാപ്പിളും കോക്കനട്ട് പിന്നെ എന്തോ സാധനം കൊണ്ടിരുന്നവർ പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ നമ്മൾ ബഫേ കഴിക്കാൻ പോയപ്പോൾ അവിടെ സാധനം കിട്ടിയായിരുന്നു. അപ്പോൾ സെയിം സാധനം തന്നെ നല്ല വിലയാണ് ആക്ച്വലി. $18 ഒരെണ്ണത്തിൻ്റെ വില. ഇപ്പോൾ 2 എണ്ണത്തിന് $36. വർത്താണോ നോക്കട്ടെ കേട്ടോ. കൊള്ളാം, പക്ഷെ ഇന്നലത്തെ അത്ര ടേസ്റ്റില്ല. ഞാൻ സൂപ്പറാട്ടോ, എൻജോയ് ചെയ്യട്ടെ. നമ്മളിപ്പോൾ എയർപോർട്ടിലോട്ട് എത്തി. എയർപോർട്ടിൽ എത്തുന്നതൊക്കെ ഒരു എന്താ പറയുക സംഭവമാണ് ഞങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്തി, അത് ഞങ്ങൾ TSA പ്രീ ചെക്ക്, ഇവിടുത്തെ സെക്യൂരിറ്റി ലോക്കൽ ഡൊമസ്റ്റിക് പ്രീ ചെക്ക് കിട്ടും. നമുക്ക് സെക്യൂരിറ്റി നേരത്തെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേബിയുടെ സാധനങ്ങളൊക്കെ നമുക്ക് പാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറ്റാം. അതല്ലെങ്കിലും സംഭവിക്കും, പക്ഷേ ലോങ് ക്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. ബേബിനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. സോ ഞങ്ങൾ ഒരു മിനിറ്റ് തരാം, തരാം. അവനാണ് വിശന്ന് കത്തി. അതിൻ്റെ ഇടയ്ക്ക് അവൻ കരയുന്നു, സഞ്ജുവിൻ്റെ പ്രീ ചെക്ക് വർക്ക് ആവാണ്ടാവുന്നു, അങ്ങനെ എല്ലാം കൂടി ഒരു മെസ്സായിരുന്നു. പക്ഷേ കൂടി ഞങ്ങൾ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഗേറ്റിലെത്തി കഴിയുമ്പോൾ അവർ വിളിച്ചു പറയാം ഗേറ്റ് മാറിയില്ലേ. എന്നിട്ട് ഇതെല്ലാം പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറയാം ഗേറ്റ് മാറിയില്ല. ഞങ്ങൾ വിളിച്ചു പറയുന്നത് മാറിപ്പോയത്. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. തുത്തു ഇവിടുന്ന് പ്ലെയിനൊക്കെ എണ്ണിക്കൊണ്ടിരിപ്പുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. ഇപ്പോൾ ഇത് കുറേ സിറ്റി പോലത്തെ സ്ഥലമായിരുന്നു. കൊച്ചിനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അമേരിക്കയിൽ കിട്ടുമോ, അല്ലെങ്കിൽ അമേരിക്ക തന്നെയാണ് ഇത് മെയിനായിട്ട് കിട്ടുമോ അതൊക്കെ തന്നെ ഇവിടെയും കിട്ടും. സെയിം ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, ഇവിടുത്തെ സെയിം ഫാർമസി. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു. അടുത്ത ഞങ്ങൾ പോകുമ്പോൾ കുറച്ചുകൂടി റൂറൽ ആയിട്ടുള്ള ഏരിയ ആണെന്നാണ് കേട്ടത്. അപ്പോൾ അതും ഒന്ന് എൻജോയ് ചെയ്ത് നോക്കാം. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. into the wild. പക്ഷെ ഒറ്റയ്ക്കല്ല, ഇത് ടാർസനാണ്. ഇതിനെ കൊണ്ടവിടെ ഇട്ടിട്ട് വരും. ഇന്നലത്തെ ട്രെയിനിങ് ആണ്. How to reach for the city lights. This ain't where I belong. Hey, look at me, man, what I've become. I've been running east, looking for a sunset, digging deep since 99. What I thought was gone. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പ്ലെയിനിൽ നിന്ന് ലാൻഡ് ചെയ്തേക്കാണ്. ഞങ്ങളിപ്പോൾ കവായി എന്ന് പറഞ്ഞ അടുത്ത ഐലൻഡിലെത്തേക്കാണ്. ഇത് കുറേ കൂടി റിമോട്ട് ആയിട്ടുള്ള ഐലൻഡ് ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ പോയ ഐലൻഡ് അത്രയും ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ല. ഇവിടെ കുറച്ചുകൂടി വൈൽഡ് ആണ്, ഇവിടെ കുറച്ചുകൂടി ഗ്രീനറി ഉണ്ട്, കുറച്ചുകൂടി ഒറിജിനൽ ആണ്. സോ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അധികം ദിവസമൊന്നും ഇല്ല. ഇവിടെ ആകെപ്പാടെ 2 ദിവസമുള്ളൂ. ഇന്നൊരു ഹാഫ് ഡേ, മറ്റന്നാളൊരു ഹാഫ് ഡേ, നാളെ ഒരു ഫുൾ ഡേ. അതാണ് ഞങ്ങളുടെ പ്ലാൻ. നാളെ നമ്മളൊരു കിടൻ സംഭവം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കോ ഇല്ലയോ എന്നറിയില്ല. ഇന്നത്തെ മഴക്കാറും പക്ഷെ നാളത്തെ വെതർ അനുസരിച്ചിരിക്കും നാളത്തെ നമ്മുടെ പ്ലാൻ. അപ്പോൾ നടക്കണേ, നാളെ മഴ ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ കൂടെ കോഴി നടക്കുന്നു, അങ്ങനെയൊക്കെയാണ്. വളരെ റെയിൽവേ സ്റ്റേഷൻ പോലെ ഉള്ള ഫീലിംഗ് ആണ്. പിന്നെ എല്ലാവരും വരുമ്പോൾ തന്നെ ഫാമിലി പോലെയുള്ള സെറ്റപ്പ് ആയിരുന്നു. കയറി വന്നപ്പോൾ തന്നെ എല്ലാവരും ചിരിച്ച് എല്ലാവർക്കും പിന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കാനും കളിക്കാനും ഒക്കെയാണ് താല്പര്യം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം കണ്ടത് സോഫാർ. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പ്ലെയിൻ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ നേരെ കാർ റെൻറ്റിൽ പോയിട്ട് കാർ എടുക്കാനാണ് പതിവ്. ഇവിടെ ഹവായിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് കാർ റെൻറ്റൽസ് മൊത്തം. നമ്മൾ ഹോണലുലുവിൽ ഒവാഹുവിൽ ഓടിച്ചത് മൊത്തം കാർ റെൻറ്റിൽ തന്നെയായിരുന്നു. പക്ഷെ അത് അത്ര എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കവായിലും അടുത്ത് നമ്മൾ പോകാൻ പോകണം മാവി എന്ന് പറഞ്ഞ ഐലൻഡ്, ഒരു ഐലൻഡ് കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ 2 ഐലൻഡിലും ഞങ്ങൾ നോക്കി കഴിയുമ്പോൾ കാർ റെൻറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പകരം ടൂറോ എന്ന് പറഞ്ഞ പുതിയൊരു ആപ്പ് ഞങ്ങൾ ട്രൈ ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ
അതായത് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടികൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉടമസ്ഥർക്ക് തന്നെ ഈ ആപ്പിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആണെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരു 2018 മോഡൽ നിസാൻ റോഗാണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ അടുത്ത 3 ദിവസത്തെ, ഇന്ന് നാളെ മറ്റന്നാളത്തെ വണ്ടി. കൊള്ളാം പരിപാടി. എനിക്കും എന്താ പറയുന്നത്, അവര് നല്ല രീതിയിൽ ഇന്ററാക്ട് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കാറൊക്കെ സേഫ് ആയിട്ട് തന്നു. സാധാരണ ഇവര് കാറ് എയർപോർട്ടിലാണ് കൊണ്ടുവന്ന് വയ്ക്കാറുള്ളത്. ഇപ്പോൾ അവരുടെ എന്നൊരു എയർപോർട്ടിൻ്റെ റൂളൊക്കെ മാറിയത് കാരണം അവർ ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഈ കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തി. ഇപ്പോൾ ഞങ്ങൾ കാറിൽ വണ്ടിയിലേക്ക് മൊത്തം പെട്ടിയൊക്കെ കയറ്റി ഞങ്ങൾ ഇപ്പോൾ ഹോട്ടലിലോട്ട് പോകാൻ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയാലോ? പോണോ? അപ്പോൾ നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് കലപ്പാക്കി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാതെ. നമ്മൾ കലപ്പാക്കി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനാണ് വണ്ടി വിട്ടത്. അപ്പോൾ ഇവിടെ എത്തി കഴിയുമ്പോൾ റിയ പറഞ്ഞു ഇവിടെ നീ എന്ന് പറഞ്ഞിട്ടോ നീ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞു. നമ്മൾ നീ അപ്പോൾ നമ്മൾ ആ ലൈറ്റ് ഹൗസിന് അവിടെ എത്തിയാണ്. കണ്ണ കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ വൈൽഡാണ്, കട്ട വൈൽഡ്. ഇപ്പം ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന വലിയൊരു മലനിര കാണാം. അപ്പോൾ ഈ ഭാഗത്തോട്ട് മൊത്തം ഇങ്ങനെ പച്ചപ്പ്. നമ്മൾ വണ്ടി ഓടിച്ച് വന്നത് ഒരു എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു ഓഫ് റോഡ് എടുത്താണ്. ഈ വണ്ടി ഓഫ് റോഡ് ഓടിക്കാൻ പോകുന്നറിയില്ല, പക്ഷെങ്കിലും പടച്ചവനെ കാത്തോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് മാരക വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇത് കടലാണ്, പസഫിക് ഓഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ എൻ്റെ നേരെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. കട്ട വൈൽഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് തന്നെ നമ്മളെ എന്താ പറയുക എക്സൈറ്റഡ് ആക്കിയേക്കാണ് കാവി എന്ന് പറഞ്ഞ ഐലൻഡ്. കവായി എന്ന് പറഞ്ഞ ഐലൻഡ്, കാവി എന്നല്ല കവായി എന്നാണ് പറയുന്നത്. കവായി എന്ന് പറഞ്ഞ ഐലൻഡ്. അപ്പോൾ 2 ദിവസമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് തിരിച്ച് ഇക്കും ഇത് ഇറങ്ങാൻ പറ്റും. തഴക്കം മണല്ല ചില്ല. ഓൾറൈറ്റ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇറങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വരും ആഴ്ചകളിൽ നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഹവായിയുടെ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാഴ്ചകളിലേക്കുമാണ്. നമ്മുടെ ഈ ഹവായി ട്രാവൽ വ്ളോഗ് സീരീസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഇതുപോലത്തെ കിണ്ണം കാച്ച് വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.